നിർദ്ദിഷ്ട ബൈപ്പാസിനായി നിലമ്പൂരിൽ വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന് വിട്ടുനൽകിയ ഭൂമികൾ ഉടൻ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ രംഗത്ത്. അളവെടുപ്പ് പൂർത്തിയായിട്ടും നാളിതുവരെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. ഇതിനൊരു പ്രതിവിധി എന്ന നിലയ്ക്ക് ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരു പ്രാവശ്യം ജില്ലാ കളക്ടറെയും തഹസിൽദാരെയും അതുപോലെ ലാൻഡ് അക്വിസിഷനിലെ സൂപ്രണ്ട് അവറുകളെയും ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. നിരന്തരം അവരിൽ നിന്നും ഞങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെ 6 കിലോമീറ്റർ നീളുന്ന പദ്ധതിക്കായി പ്രദേശവാസികളായ 257 പേർ വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ വീടും സ്ഥലവും ഉൾപ്പെടെ സർക്കാരിന് വിട്ടു നൽകിയിരുന്നു. അളവെടുപ്പ് പൂർത്തിയായിട്ടും നാളിതുവരെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. സർക്കാരിലേക്ക് നൽകിയതുകൊണ്ട് വീടുകൾ റിപ്പയർ ചെയ്യാനോ നവീകരിക്കാനോ പറ്റാത്ത ജീർണാവസ്ഥയിലാണ്. വീടുകളും ശുചിമുറികളും ഏതുവശവും നിലം പൊത്താവുന്ന വിധം അപകടാവസ്ഥയിലാണ്. ഭൂമി പണയം വെക്കാനോ വിൽക്കാനോ കഴിയാത്ത അവസ്ഥയുമുണ്ട്. നഷ്ടപരിഹാരം വൈകുന്നതുകൊണ്ട് പല വീടുകളും ജപ്തി ഭീഷണിയിലുമാണ്. സ്ഥലം വിട്ടു നൽകിയിട്ട് 30 വർഷം കഴിഞ്ഞിട്ടും നടപടി ഒന്നും ഉണ്ടാവാത്തിൽ ജില്ലാ കളക്ടർ, തഹസിൽദാർ, ലാൻഡ് അക്വിസിഷൻ സൂപ്രണ്ട് എന്നിവർക്കെല്ലാം നിരന്തരം പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. സ്ഥലം MLA കൂടെയുണ്ടെന്ന് പറയുന്നല്ലാതെ പ്രദേശം നൽകുന്ന പ്രവൃത്തിയൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. 154.8 കോടി രൂപ ഇതിനായി സർക്കാർ മാറ്റിവെച്ചെങ്കിലും നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. വാർസമയത്തിൽ ആക്ഷൻ കമ്മിറ്റി കൺവീനർ കെ ഉമ്മർ, ഭാരവാഹികളായ കെ മുഹമ്മദ് ഇബ്രാഹിം, ജെ ജമുന, MT മുഹമ്മദ്, പി കോമളം എന്നിവരും സംബന്ധിച്ചു. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.